الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, സ്വർഗത്തിൽ പ്രവേശിച്ച ആരും അവിടെ നിന്ന് പുറത്തു കടക്കാൻ കൊതിക്കുകയില്ല. എന്നാൽ യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യന്മാർ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചു പോരാൻ ആഗ്രഹിക്കുമെന്നാണ്. എന്തിനാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹു യതമന്ന അൻ യർജിഅ. ഷഹീദായ ഒരാൾ സ്വർഗത്തിലെത്തിയതിന് ശേഷം വീണ്ടും ദുനിയാവിലേക്ക് മടങ്ങിപ്പോരാൻ ആഗ്രഹിക്കും. ഫയുഖ്തല 10 മറാത്തിൻ. എന്നിട്ട് 10 തവണ വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുവാൻ അവൻ ആഗ്രഹിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ലിമാ യറാ മിനൽ കറാമ. അള്ളാഹു ഷഹീദായൊരു മനുഷ്യന് സ്വർഗത്തിൽ കൊടുക്കുന്ന സ്ഥാനവും ആദരവും അവൻക്ക് കിട്ടുന്ന അനുഭൂതികളും കണ്ടിട്ടാണത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഏറ്റവും നല്ല അനുഭൂതികൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. ആ ശുഹദാക്കൾക്ക് കിട്ടുന്ന സ്ഥാനവും മഹത്വവും ആദരവും ഒക്കെ ഷഹീദാകാതെ തന്നെ നമുക്കും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നമുക്ക് പറഞ്ഞെന്നൊരു മാർഗ്ഗമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹ ഷഹാദ സാദിഖൻ. ആരെങ്കിലും സത്യസന്ധമായിക്കൊണ്ട് അള്ളാഹുവിനോട് ഷഹാദത്ത് ചോദിച്ചാൽ, രക്തസാക്ഷിത്വം ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ. അവനെ അള്ളാഹു ശുഹദാക്കളുടെ സ്ഥാനത്ത് എത്തിക്കും. വ ഇൻ മാത അലാ ഫിറാഷിഹി. അവൻ്റെ വിരിപ്പിൽ കിടന്നിട്ടാണ് മരിച്ചത് എങ്കിലും അവൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല, വാളുകൊണ്ട് വെട്ട് കിട്ടിയിട്ടില്ല, കുന്തം കൊണ്ട് കുത്ത് കിട്ടിയിട്ടില്ല, ശരീരത്തിൽ അമ്പു തറച്ചിട്ടില്ല. അവൻ്റെ വിരിപ്പിൽ കിടന്നിട്ടാണ് മരിച്ചത്. ശരീരത്തിലൊരു പരിക്കു പോലുമില്ല, രക്തം പൊടിഞ്ഞിട്ടില്ല. എന്നാലും അവൻക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും. അതെങ്ങനെയാണ്? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് ചോദിക്കണം, സത്യസന്ധമായിട്ട് ചോദിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, മൻ സഅലല്ലാഹ ഷഹാദത സാദിഖൻ. സാദിഖൻ, ആ വാക്ക് നമ്മൾ അടിവരയിടണം. ഒരു ചുവന്ന മഷി കൊണ്ട് നമ്മൾ അടിവരയിടുക. സത്യസന്ധമായിട്ട് ചോദിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്ഥാനവും ആ മഹത്വമൊക്കെ ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ നിയ്യത്തിനെയാണ് അറിയിക്കുന്നത്, അയാളുടെ സത്യസന്ധതയെയാണ് അറിയിക്കുന്നത്, അയാളുടെ ഇഖ്ലാസിന് അള്ളാഹു കൊടുക്കുന്ന സ്ഥാനവും കൂലിയുമാണത്. വെറുതെ ചോദിച്ചാൽ അത് കിട്ടൂല. അത്രക്കും ആത്മാർത്ഥമായിക്കൊണ്ട് സത്യസന്ധമായിട്ടാണ് ഒരാൾ അള്ളാഹുവിനോട് ഷഹാദത്ത് ചോദിച്ചത് എങ്കിൽ അള്ളാഹു അത് കൊടുക്കുമെന്നാണ്. ഈ നിയ്യത്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ സൂറത്തു മുഹമ്മദ് കഴിഞ്ഞ് സൂറത്തു റഹ്മാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, എന്തിനാണ് ഈ പഠനം? ആർക്കു വേണ്ടിയാണ് ഈ പഠനം? എന്താണ് എൻ്റെ ലക്ഷ്യം? നിയ്യത്ത് ക്ലിയർ ആണോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കുക. നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതൊന്നുമായിരിക്കില്ല അതിൻ്റെ റിസൾട്ട് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട്, എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച കൂലിയും പ്രതിഫലവും കൊതിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യനുള്ള ശ്രേഷ്ഠതയും മഹത്വവും ഒന്നും തഹസ്സുലിൻ്റെ പഠിതാക്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ഓർമ്മപ്പെടുത്തൽ, ഉണർത്തൽ അത് ഈമാനുള്ളവർക്ക് പ്രയോജനപ്പെടുമല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് വളരെ മനോഹരമായ ഒരു ചിത്രം ഞാൻ പകർത്താൻ ആഗ്രഹിക്കുകയാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞു, പൊട്ടിപ്പാറി യുദ്ധം നടന്നു. ഇസ്ലാമിന് കുറച്ചൊക്കെ നഷ്ടങ്ങളുണ്ടായ യുദ്ധമായിരുന്നു ഉഹദ്. അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത് അനുസരിച്ചിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിനുള്ള വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഉഹദ്. 70 ആളുകൾ ഉഹദ് യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുണ്ട്. 64 അൻസാറുകളും 6 മുഹാജിറുകളും. മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഖബർ, അതാണ് അടിസ്ഥാനം. 2 ആളുകൾ ഒരുമിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ 2 ആളെയും കൊണ്ടുപോയിട്ട് ഒറ്റ ഖബറിലല്ല കിടത്തേണ്ടത്. 2 ആൾക്കും 2 ഖബറുകളാണ് വേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അനിവാര്യ ഘട്ടങ്ങളുണ്ട് എങ്കിൽ ഒരു ഖബറിൽ തന്നെ ഒന്നിലധികം ആളുകളെ മറമാടുകയും ചെയ്യാം. ഉഹദ് ശരിക്കും അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമായിരുന്നു. 70 ആളുകൾ ഷഹീദുകളായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് സ്വഹാബിമാർ പറഞ്ഞു, അൽ ഹഫ്റു അലൈന ലികുല്ലി ഇൻസാനിൻ ഷദീദ്. നബിയെ, ഇവിടെ ഷഹീദുകളായിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ ഖബറുകൾ കുഴിക്കുക എന്നത് കഴിയുന്ന കാര്യമല്ല. അത് ശ്രമകരമാണ്, വല്ലാത്ത പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം, ഇതിനൊരു പോംവഴി നിർദ്ദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇഹ്ഫിറു വഅമികു വഅഹ്സിനു. നിങ്ങൾ ഖബറുകൾ കുഴിക്കുക, ആഴത്തിൽ കുഴിക്കുക, നന്നായിട്ട് കുഴിക്കുക. വദ്ഫിനുൽ ഇസ്നൈനി വസ്സലാസ ഫി ഖബറിൻ വാഹിദ്. എന്നിട്ട് 2-3 ആൾക്കാരൊക്കെ ഒരു ഖബറിൽ തന്നെ നിങ്ങൾ മറമാടിക്കൊള്ളുക. കാരണം ഉഹദ് അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. എല്ലാവർക്കും ഖബറുകൾ കുഴിക്കുക എന്നുള്ളത് ആ സമയത്ത് അസാധ്യമാണ്, കഴിയുന്ന കാര്യമല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുചരന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് തഹസ്സുലിൻ്റെ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചോദ്യമാണ്. ഖുർആൻ പഠിക്കുന്ന ഓരോ മനുഷ്യനും കാതു കൂർപ്പിച്ച് കേൾക്കേണ്ട ചോദ്യവും ഉത്തരവുമാണത്. ഫമൻ നുഖദ്ദിമു യാ റസൂൽ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെ 2-3 ആൾക്കാരൊക്കെ ഒരു ഖബറിൽ തന്നെ മറമാടുമ്പോൾ ആരെയാണ് ഞങ്ങൾ ആദ്യം ഖബറിലേക്ക് വെക്കേണ്ടത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം എന്തായിരുന്നു എന്നറിയോ? ഖദ്ദിമു അക്സറഹും ഖുർആന. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചതാരാണോ അവരെ നിങ്ങൾ ആദ്യം ഖബറിലേക്ക് വെക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു ശ്രേഷ്ഠതയാണ്, അതൊരു ഫദ്ലാണ്. എന്നെക്കാളും ഒരായത്താണ് നിങ്ങൾ അധികം പഠിച്ചിട്ടുള്ളത് എങ്കിൽ അതൊരു ശ്രേഷ്ഠത തന്നെയാണ്. ഒരു സൂറത്താണ് നിങ്ങൾക്ക് അധികമായിട്ട് അറിയുക എങ്കിൽ, അത് പഠിക്കേണ്ട പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന വല്ലാത്തൊരു സൗഭാഗ്യമാണ്. ഒരു ജുസ്ആണ് ഒരാൾക്ക് മറ്റൊരാളെക്കാളും കൂടുതൽ അറിയുക എങ്കിൽ അതൊരു സ്ഥാനം തന്നെയാണ്. അതാണ് ഉഹദിലെ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അല്ലാഹു മരണം വരെ ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് പഠിക്കണം. ഖുർആൻ ഓതാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല, കേൾക്കാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല. അത് ചിന്തിക്കാനും ഉറ്റാലോചിക്കാനും അതിലെ ആയത്തുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനുമുള്ളതാണ്. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണം. അതിനാണ് നമ്മൾ തഫ്സീർ പഠിക്കുന്നത്. അതിനാണ് ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഊളിയിട്ടിറങ്ങുന്നത്. അല്ലാഹു ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരട്ടെ. അത് വെറും ഒരു ഒച്ചയായി മാറരുത്, കേൾക്കാൻ രസമുള്ള ഒരു ശബ്ദം മാത്രമായിട്ട് മാറാൻ പാടില്ല. ഉറ്റാലോചിക്കാനും ചിന്തിക്കാനും കഴിയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാം നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ അവസാന ദിവസങ്ങളിൽ കൽപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മദീന പള്ളിയിലേക്ക് നടന്നു വരാൻ കഴിയാത്ത വിധം പനിക്കുന്നുണ്ട്, കഠിനമായ പനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബൂബക്കർ ഫൽ യുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറയൂ, അബൂബക്കറിനെ ഇമാം നിർത്തിയിട്ട് ജനങ്ങൾ നിസ്കരിക്കട്ടെ. അപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, അബൂബക്കറിനെ നിങ്ങൾ ഇമാം നിർത്തണ്ട. അതിനൊരു കാരണം കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ, നമ്മുടെ ഉമ്മ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അതെന്താണ്? ഇന്നഹു റജുലുൻ റഖീഖ്. അബൂബക്കർ ഒരു ലോല ഹൃദയനാണ്. ഇദാ ഖറഅൽ ഖുർആൻ
ഗലബഹുൽ ബുക്ക, ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കരയും. കരഞ്ഞിട്ട് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് അബൂബക്കർ ഓതുന്നത് എന്ന് തിരിയൂല എന്നാണ്. പ്രിയപ്പെട്ടവർ, ആ കരച്ചിൽ എവിടുന്നാണ് വരുന്നത്? അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന കരച്ചിലാണ്. ഖുർആൻ വെറും ഒരു ശബ്ദമായിട്ട് കേട്ടുപോകുന്ന ഒരാൾക്ക് കരയാൻ കഴിയുമോ? ഖുർആനിൻ്റെ ആയത്തുകൾ ഉള്ളിലേക്ക് ഇറങ്ങാത്ത ഒരാൾക്ക് ഖുർആൻ കൊണ്ട് എന്ത് സ്വാധീനം ഉണ്ടാവുക? അപ്പോൾ ശബ്ദം മാത്രമായിട്ട് മാറരുത്. ഖുർആൻ പഠിക്കാൻ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹുവിനോട് എപ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തു മുഹമ്മദിന് ശേഷം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് 55-ാം അധ്യായം സൂറത്തു അർ-റഹ്മാനാണ്. 78 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. കേൾക്കാൻ വളരെ ഇമ്പമുള്ള ഒരു സൂറത്ത്. കേൾക്കാൻ രസമെന്നതിനപ്പുറം ചിന്തിക്കാനും ഉറ്റാലോചിക്കാനും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർത്തുന്ന ഒരു അധ്യായം കൂടിയാണ് സൂറത്തു അർ-റഹ്മാൻ. ഇതിൽ 31 തവണ അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മനുഷ്യരുടെയും ജിന്നുകളുടെയും റബ്ബായ അള്ളാഹുവിൻ്റെ ഏത് നിഅമത്തിനെയാണ്, ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇത് അള്ളാഹു ഈ അധ്യായത്തിലൂടെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മക്കിയായ സൂറത്താണ് സൂറത്തു അർ-റഹ്മാൻ. ഖുർആനിലെ ഓരോ അധ്യായത്തെയും അടുത്തറിയുമ്പോൾ ആ അധ്യായം നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറും. സൂറത്തു റഹ്മാൻ നമ്മൾ പഠിക്കുമ്പോൾ, അതിനടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഈ അധ്യായം നമ്മുടെ പ്രിയപ്പെട്ട സൂറത്തുകളുടെ ലിസ്റ്റിലേക്ക് പ്രവേശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു അതിന് നമ്മളെ സഹായിക്കട്ടെ. ഇനി ഇവിടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, സൂറത്തുർ റഹ്മാൻ മക്കിയായ സൂറത്താണ്. ഖുർആനിലെ സൂറത്തുകളെ നമുക്ക് മക്കിയ എന്നും മദനിയ എന്നും രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മുമ്പും തഹസ്സുലിൽ സൂചിപ്പിച്ചതാണ്. ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് പറയാം. എന്താണ് മക്കിയായ സൂറത്ത്, എന്താണ് മദനിയായ സൂറത്ത്? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഈ മക്കിയായ സൂറത്ത് മദനിയായ സൂറത്ത് എന്ന വിഷയത്തിൽ വന്ന ഏറ്റവും സ്വീകാര്യോഗ്യമായ നിലപാട് മാ നസല ഖബ്ലൽ ഹിജ്റതി ഫഹുവ മക്കിയൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പാണ് ഒരു അധ്യായം അവതരിച്ചിട്ടുള്ളത് എങ്കിൽ, നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പാണ് ഒരു സൂറത്ത് അവതരിച്ചിട്ടുള്ളത് എങ്കിൽ അത് മക്കിയാൻ. ഒരായത്ത് അവതരിച്ചിട്ടുള്ളത് എങ്കിൽ അത് മക്കിയാൻ. വമാ നസല ബഅദൽ ഹിജ്റതി, ഏത് സൂറത്താണോ ഹിജ്റക്ക് ശേഷം അവതരിച്ചിട്ടുള്ളത്, ഏതായത്താണോ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ളത്, അത് മദനിയുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവതരിച്ച സ്ഥലമല്ല പരിഗണിക്കുക, എവിടെ അവതരിച്ചു എന്നതല്ല നോക്കേണ്ടത്, എപ്പോഴാണ് അവതരിച്ചത്, അവതരിച്ച സമയമാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഒരായത്ത് മക്കയിൽ വെച്ചാണ് അവതരിച്ചത് എങ്കിലും ഹിജ്റക്ക് ശേഷമാണ് അവതരിച്ചത് എങ്കിൽ അത് മക്കിയാണോ മദനിയാണോ? അത് മദനിയാണ്. അവതരിച്ച സ്ഥലം മക്കയാണ്, എന്നാൽ ഹിജ്റക്ക് ശേഷമാണ്, അതുകൊണ്ട് അത് മദനിയാണ്. അതിനൊരു ഉദാഹരണമാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തു അൽ മാഇദയിലെ 5-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആ ആശയത്തിൽ വരുന്ന ആ ആയത്ത് അത് അവതരിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? മക്കയിൽ വെച്ചിട്ടാണ്. നബി അറഫയിൽ നിൽക്കുമ്പോഴാണ്. അവതരിച്ച സ്ഥലം മക്കയാണ്, എന്നാൽ സമയമോ ഹിജ്റക്ക് മുമ്പാണോ ശേഷമാണോ? ഹിജ്റക്ക് ശേഷമാണ്. അപ്പോൾ ആ ആയത്ത് മദനിയാണ്. അപ്പോൾ ഇവിടെ സൂറത്തുർ റഹ്മാനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, അത് മക്കിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പാണ് സൂറത്തുർ റഹ്മാൻ അവതരിച്ചിട്ടുള്ളത്. വല്ലാഹു അലം. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ 55-ാമത്തെ അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ എന്നുള്ളത്. ആരാണ് ഈ തർത്തീബ് ഉണ്ടാക്കിയത്, ഈ ക്രമം നിശ്ചയിച്ചിട്ടുള്ളത്? 55-ാമത്തെ അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ എന്നത് ആര് പറഞ്ഞതാണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം.
ഖുർആനിൻ്റെ തർത്തീബുകൾ അതിനെ പറ്റിയിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, തർത്തീബ് എന്നത് 3 തരത്തിലാണ്, 3 ഇനങ്ങളാണ്. ഒന്ന് തർത്തീബുൽ കലിമാത്ത്, ഖുർആനിലെ പദങ്ങളുടെ ക്രമം. അതുപോലെ തന്നെ തർത്തീബുൽ ആയാത്ത്, ഖുർആനിലെ ആയത്തുകളുടെ ക്രമം. മൂന്നാമത്തത് തർത്തീബു സുവർ, ഖുർആനിലെ സൂറത്തുകളുടെ ക്രമം. ഇതിൽ ഖുർആനിലെ പദങ്ങളുടെയും ആയത്തുകളുടെയും ക്രമം അത് തൗഖീഫിയാണ്. അത് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും തീരുമാനപ്രകാരം നിശ്ചയിച്ചതാണ്. അത് ആ ക്രമം പാലിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യേണ്ടത് നിർബന്ധമായ സംഗതിയാണ്. ആ ക്രമം തെറ്റിക്കാൻ പറ്റൂല. ഇപ്പോൾ ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ അർ-റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ അവിടെ ആയത്തുകൾക്കിടയിലുള്ള തർത്തീബ്, ആ ക്രമം തെറ്റിച്ചു. അത് ഹറാമാണ്. അങ്ങനെ തെറ്റിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാൾ പദങ്ങൾക്കിടയിലുള്ള തർത്തീബ് തെറ്റിച്ചു. ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹീമി അർ-റഹ്മാനി എന്നോതി. അപ്പോൾ അർ-റഹ്മാനി റഹീം എന്ന് ഓതേണ്ടടുത്ത് അർ-റഹീമി റഹ്മാനി എന്നോതിയാൽ അവിടെ ആ പദങ്ങൾക്കിടയിലുള്ള ക്രമം തെറ്റിക്കലാണ്. അതും ഹറാമാണ്. അതും നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. ഓരോ പദവും ഓരോ ആയത്തും ആ ക്രമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ്. ഇനി മൂന്നാമത്തൊരു സംഗതിയാണ് സൂറത്തുകൾക്കിടയിലുള്ള തർത്തീബ് എന്നത്. ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത്, ആ ക്രമം ആര് നിശ്ചയിച്ചതാണ്? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആനിലെ ആ ഒരു തർത്തീബ്, ആ ഒരു ക്രമം അത് തൗഖീഫിയാണ്. അത് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞു. രണ്ടാമത്തൊരു വിഭാഗം പറഞ്ഞത് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്നതുണ്ട്, അതല്ലാത്തതും ഉണ്ട്. അതല്ലാത്തത് എന്ന് പറഞ്ഞാൽ സ്വഹാബിമാർ അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച്, അവരുടെ ഗവേഷണം അനുസരിച്ച് വരുത്തിയ ക്രമം. ഇപ്പോൾ തൗഖീഫിയായ ക്രമത്തിന് സൂറത്തുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച ക്രമത്തിന് ഉദാഹരണമായിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന ചില ഉദാഹരണങ്ങൾ. ഒന്ന്, സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനും. ജുമുഅ കഴിഞ്ഞിട്ടാണ് മുനാഫിഖൂൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ നിസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നത് ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ. അതല്ല എങ്കിൽ മറ്റൊരു ഉദാഹരണമാണ് സൂറത്തുൽ അഅലയും സൂറത്തുൽ ഗാശിയയും. അപ്പോൾ അവിടെ ആദ്യം സൂറത്തുൽ അഅല ഓതും, സൂറത്തുൽ ഗാശിയ രണ്ടാമത്തെ റക്അത്തിൽ ഓതും. രണ്ട് നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ജുമുഅ നിസ്കാരത്തിൽ പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തർത്തീബ്, ഈ സൂറത്തുകൾക്കിടയിലുള്ള ക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ സൂറത്തു ആലു ഇമ്രാനാൻ, അത് പ്രത്യേകം ഹദീസിൽ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ തൗഖീഫിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്ന ക്രമമുണ്ടാകും. അതല്ലാതെ സ്വഹാബിമാർ അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച്, ഗവേഷണം അനുസരിച്ച് ക്രമപ്പെടുത്തിയ അധ്യായങ്ങളും ഖുർആനിൽ ഉണ്ടാകും. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്ന അഭിപ്രായം. നമ്മൾ പറഞ്ഞു, ഖുർആനിലെ സൂറത്തുകൾക്കിടയിലുള്ള തർത്തീബിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ തർത്തീബ്, ആ ക്രമം അത് തൗഖീഫിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിശ്ചയിച്ചു തന്നതാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ എല്ലാ സൂറത്തുകളും അങ്ങനെയല്ല. ചില സൂറത്തുകൾ അങ്ങനെയാണ്, ചില സൂറത്തുകൾ സ്വഹാബിമാരുടെ ഇജ്തിഹാദ് അനുസരിച്ച് അവർ ക്രമീകരിച്ചതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. ഒരാൾ സൂറത്തുകൾക്കിടയിലുള്ള തർത്തീബ് തെറ്റിച്ചാൽ അയാൾക്ക് എന്തുണ്ടാവില്ല? കുറ്റമുണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ നിന്നു, ആദ്യ റക്അത്തിൽ അദ്ദേഹം സൂറത്തുൽ നബ ആണ് ഓതിയത്, അമ്മ യതസാഅലൂൻ. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖിയാമയാണ് ഓതിയത്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അപ്പോൾ ആ ഓർഡർ തെറ്റിയിട്ടുണ്ട്. ഖുർആനിലെ ഓർഡർ അനുസരിച്ചിട്ടല്ല അയാൾ ഓതിയിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് കുറ്റം ഉണ്ടാകുമോ? കുറ്റമില്ല. എന്നാൽ ഏറ്റവും നല്ലത് ആ സ്വഹാബിമാർ നിശ്ചയിച്ചു തന്ന ആ ഓർഡർ, ഖുർആനിലുള്ള 114 അധ്യായങ്ങളുടെ ആ ഒരു തർത്തീബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് സ്വഹാബിമാർ ഐക്യകണ്ഠേന അംഗീകരിച്ച തർത്തീബാണ്, ഓർഡറാണ്. ആ ഒരു ക്രമം തെറ്റിക്കാതെ ഓതുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം.
അങ്ങനെ തെറ്റിച്ച് ഓതിയാൽ അയാൾ ഹറാമ് ചെയ്തു, അയാൾ കുറ്റക്കാരനാണ് എന്ന് പറയാൻ പറ്റൂല. എന്നാൽ ഏറ്റവും നല്ലത് ആ ഓർഡർ അനുസരിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യലാണ്. വല്ലാഹു അലം. ഇനി ആമുഖമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു മസ്അലയാണ്. അപ്പോൾ ഈ സൂറത്തുർ റഹ്മാനിൻ്റെ പേര് അർ റഹ്മാൻ എന്നാണല്ലോ. അപ്പോൾ ഈ പേര് ആര് നിശ്ചയിച്ചതാണ്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നത്, എല്ലാ സൂറത്തുകളുടെയും പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ല. ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ചിലത് സ്വഹാബിമാരുടെ അഭിപ്രായമാണ്, ആ സൂറത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ സൂറത്തുകളുടെയും പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞു തന്നത് എന്നറിയിക്കുന്ന തെളിവുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന പേരുകളുണ്ടാകും, അതല്ലാതെ സ്വഹാബിമാർ അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച്, ഗവേഷണം അനുസരിച്ച് പറഞ്ഞു തന്ന പേരുകളും ഖുർആനിൽ ഉണ്ടാകുമെന്നതാണ്. വല്ലാഹു അലം. ഇനി സൂറത്തുർ റഹ്മാനിനെ പറ്റിയിട്ട് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വളരെ രസകരമായൊരു ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബിമാരുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തു. മിൻ അവ്വലിഹ ഇല ആഖിരിഹ, അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, 1-ാമത്തെ ആയത്ത് മുതൽ 78-ാമത്തെ ആയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ ഓതിക്കേൾപ്പിച്ചു. ഫസക്കത്തു, സ്വഹാബിമാരത് മിണ്ടാതിരുന്ന് കേൾക്കുകയാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയാണ്, ലഖദ് ഖറഅതുഹാ അലൽ ജിന്നി ലൈലത്തൽ ജിന്നി ഫകാനു അഹ്സന മർദൂദൻ മിൻകും. ഈ സൂറത്ത് ഞാൻ ലൈലത്തുൽ ജിന്നിൻ്റെ അന്ന് ജിന്നുകൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങളെക്കാളും നന്നായിട്ട് മറുപടി പറയുന്നവരാണ്, പ്രതികരിക്കുന്നവരാണ്. കുന്തു കുല്ലമാ അതൈതു അലാ ഖൗലിഹി ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, എപ്പോഴൊക്കെ ഞാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് ഓതിയോ അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെന്നാണ്, ജിന്നുകൾക്കും മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ. അപ്പോൾ അതിന് ജിന്നുകൾ നൽകിയ മറുപടിയാണ്, അള്ളാഹുവെ നിൻ്റെ ഒരു അനുഗ്രഹവും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, നിനക്കാണ് സർവസ്തുതിയും. ഇങ്ങനെ 31 തവണ ഈ ആയത്ത് ആവർത്തിച്ചപ്പോഴും അതിന് ആ ജിന്നുകൾ മറുപടി തന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറയുന്നത്. ഇവിടെ ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ള ലൈലത്തുൽ ജിന്നും വളരെ രസകരമായ ഒരു സംഭവമാണ്. ലൈലത്തുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ രാത്രി എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ രാത്രിയെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. സ്വഹാബിമാർ എല്ലായിടത്തും തെരഞ്ഞു, താഴ്വരകളിൽ, മലമ്പ്രദേശങ്ങളിൽ. പിന്നെ അവർക്ക് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിന്നുകൾ കൊണ്ടുപോയിട്ടുണ്ടാകുമോ, അതല്ല നബിയെ ആരെങ്കിലും വളരെ രഹസ്യമായിട്ട് വധിച്ചു കളഞ്ഞിട്ടുണ്ടാവുമോ. ആ രാത്രി സ്വഹാബിമാർക്ക് വല്ലാത്തൊരു രാത്രിയായിരുന്നു. അവരുടെ മനസ്സ് നീറിപ്പുകഞ്ഞു. കാരണം കാണാതായിട്ടുള്ളത് നബിയെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നേരം പുലർന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറയുടെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നുണ്ട്. ഹിറ ഗുഹയുടെ ഭാഗത്തു നിന്ന്. മക്കയിൽ പോയവർക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് ഹിറ ഗുഹ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു. ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. അങ്ങനെ ഞാൻ അവരിലേക്ക് ചെന്നു, അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്ക് മാത്രമുള്ള നബിയല്ല എന്നതിന് കൂടിയുള്ളൊരു തെളിവാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള നബിയാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, സൂറത്തുർ റഹ്മാനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ മധുരം ശരിക്ക് അനുഭവിക്കാനും ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഖുർആനിനെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരട്ടെ. അൽ ഖുർആനു ഹുജ്ജത്തുൽ ലക് ഔ അലൈക്, ഒന്നിക്കൽ ഖുർആൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള തെളിവായിരിക്കും എന്ന് നബി പറഞ്ഞല്ലോ. നമുക്ക് അനുകൂലമായിട്ട് ഖുർആൻ സാക്ഷി പറയണം. അതിന് നമ്മുടെ ജീവിതം ഖുർആനിനനുസരിച്ച് ചിട്ടപ്പെടുത്തണം. അള്ളാഹു ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.